നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വണ്ടി പ്രത്യേകിച്ച് ഹെവി വെഹിക്കിളിന് വളരെയധികം ആവശ്യമുള്ള ഒരു സാധനമാണ്. അലൈൻമെൻറ്റ് നമ്മൾ 10,000 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴേക്ക് നമുക്കൊന്ന് അലൈൻമെൻറ്റ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും വണ്ടിക്ക്. സ്റ്റിയറിംഗ് കുടയുക, ടയർ വെട്ടിത്തേയുക. പ്രത്യേകിച്ച് ടയറിനൊക്കെ നല്ല വിലയാണ്, ഹെവി വെഹിക്കിളിൻ്റെ ടയറിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ടയർ അലൈൻമെൻറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തിയില്ലെങ്കിൽ നമുക്ക് ഒരു സൈഡ് തേഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ടയർ കളയേണ്ടി വരും, പുതിയ ടയർ മേടിക്കേണ്ടി വരും, വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഡ്രൈവർ അറിഞ്ഞിരിക്കണം അലൈൻമെൻറ്റിൻ്റെ പ്രാധാന്യം എന്തൊക്കെയുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് അലൈൻമെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ അലൈൻമെൻറ്റ് സെൻറ്റർ, സർവീസ് സ്റ്റേഷൻ ഇതുപോലെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ഉപകാരം കിട്ടും. എന്താണെന്നറിയോ, വണ്ടി പൊക്കി നിർത്തുവർ അല്ലെങ്കിൽ റാമ്പിലേക്ക് കയറ്റി നിർത്തുമ്പോൾ നമുക്ക് നടന്ന് ടോർച്ച് അടിച്ചിട്ട് അടിയിൽ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ, എന്തെങ്കിലും ലൂസായി കിടക്കുന്നുണ്ടോ, എന്തെങ്കിലും വയറിന് പ്രശ്നമുണ്ടോ, വയറ് ചതയുന്നുണ്ടോ, എവിടെ അടിച്ചിട്ട് ചതയുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ അവസരം കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് അടിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ മുകളിലേക്ക് അടിച്ചു നോക്കുക. എന്തെങ്കിലും കംപ്ലൈൻറ്റോ, എന്തെങ്കിലും ഓയിൽ ലീക്കോ, നെട്ടോ ബോൾട്ടോ, അല്ലെങ്കിൽ വീൽ നെറ്റ് ലൂസ് ഉണ്ടോ, അല്ല വീൽ നെറ്റല്ല, നമ്മുടെ യു ക്ലാമ്പുകൾ, ലീഫിൻ്റെ യു ക്ലാമ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കൂടെ നടന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അതൊരു ഉപകാരമാണ്. കാരണം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള സന്ദർഭം കിട്ടി അപ്പം അടിയിൽ ഇറങ്ങി നോക്കണം. ചിലപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ മൊത്തമായിട്ട് നമുക്ക് കാണണമെന്നില്ല കംപ്ലൈൻറ്റുകൾ. അപ്പോൾ ഇതേപോലെ കിട്ടുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അതിനെ വിനിയോഗിക്കുക, മാക്സിമം വിനിയോഗിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഡ്രൈവർ. ഇതേപോലെ സാഹചര്യം സന്ദർഭവും കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മൾ പരമാവധി വിനിയോഗിക്കുക. അപ്പം നമുക്ക് വഴി കിടക്കേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണാതെ പോണ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വഴിയിൽ പെട്ടുപോകണം.
അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അലൈൻമെന്റിനെ കുറിച്ചാണ് കേട്ടോ. ഹെവി വെഹിക്കിളിന് പ്രത്യേകിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അലൈൻമെന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ നിസ്സാരവൽക്കരിച്ച് ഒരിക്കലും കാണരുത്. അപ്പോൾ അതിൻ്റെ അലൈൻമെന്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കാതിരുന്ന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ആളാണ് പ്രസൂൺ എന്നുള്ള ആളുടെ പേര്, ഐഷറിലെ മെക്കാനിക്കാണ്. അപ്പോൾ പാലക്കാടാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വണ്ടിയുടെയും ഐഷറിൻ്റെ കമ്പനിയാണെങ്കിൽ കൂടെ ഐഷറിൻ്റെ മാത്രമല്ല ഭാരത് ബെൻസ്, അശോക് ലൈലാൻഡ്, ടാറ്റ മുതലായ എല്ലാ വണ്ടികളുടെ അലൈൻമെൻറ്റ് ഒരു ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അതിന് അലൈൻമെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വരാം. അപ്പോൾ അലൈൻമെൻറ്റ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചേട്ടാ പ്രശ്നങ്ങൾ, എന്താ ശ്രദ്ധിക്കേണ്ട അലൈൻമെൻറ്റിനെ പറ്റിയിട്ട്? ഫസ്റ്റ് ടയർ വേറെ, ടയർ പെട്ടെന്ന് പോകും. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് കുറച്ചിൽ സ്റ്റിയറിംഗ് ബോബിളി കാര്യങ്ങളെല്ലാം കൂടി വരും. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ മൈലേജ് ഷോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ടയർ തേയ്മാനം വരുന്നത് ചിലപ്പോൾ ലീഫിൻ്റെ ആവും, ചിലപ്പോൾ നമ്മുടെ സ്പിൻഡിലാവും, ചിലപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഏതെങ്കിലും ബോൾട്ടോ ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ ലീഫിൻ്റെ ബോൾട്ട് പോയാലും അങ്ങനെ അലൈൻമെൻറ്റ് വരും. അതിൻ്റെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് അവിടെ പോയി എങ്ങനെ പോയി, അല്ലെങ്കിൽ ബെയറിംഗ് ഷീറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നത് അലൈൻമെൻറ്റ് പോകാം. പിന്നെ എത്ര കിലോമീറ്റർ നമ്മൾ ടയർ മാറ്റിയിടണം? നമ്മളൊരു 10,000 to 15,000 ഉള്ളിലാണ് അലൈൻമെൻറ്റ് ചെയ്യേണ്ടത്. 10,000 എവരി 10,000 കിലോമീറ്റർ നമ്മൾ ടയർ റൊട്ടേഷൻ ചെയ്യുന്നതാണ്. റൊട്ടേഷൻ എന്ന് വെച്ചാൽ റൊട്ടേഷൻ തിരിച്ചിടണം. വണ്ടി നമ്മൾ ഒരേ ലെവലായിരിക്കും ഓടിക്കുക, അതിനെ നേരെ തിരിച്ചിടണം. തിരിച്ചിട്ട് കഴിയുമ്പോൾ ഏതെങ്കിലും സൈഡിൽ വെട്ടിത്തയ്യോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യണതും അതുപോലെ തന്നെ ടയർ റൊട്ടേഷൻ ചെയ്തിട്ടുള്ളത്. വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അലൈൻമെൻറ്റ്. തീർച്ചയായിട്ടും ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് അലൈൻമെൻറ്റിനെ കുറിച്ചാണ് കേട്ടോ. അലൈൻമെൻറ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തിക നഷ്ടവും അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷയെയും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ നിലയിൽ തീർച്ചയായിട്ടും നമ്മൾ അലൈൻമെൻറ്റിനെ പറ്റി അറിഞ്ഞിരിക്കണം. അതിൻ്റെ ദൂഷ്യവശങ്ങളും അത് ചെയ്യാതിരുന്നുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇവിടെ പറയുന്നു ഞാൻ രാജേഷ്.